ഹലോ എവരിവൺ, നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. ടാലി ERP9ൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ടാലി പ്രൈം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടാലി ERP9ൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ടാലി പ്രൈമിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കാണാം. ഇനി നമുക്ക് പുതിയ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കെ കമ്പനി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പനി ക്രിയേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നെയിമും സ്റ്റേറ്റും മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളിത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ മറ്റു ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്തിട്ട് സ്റ്റേറ്റ് കൊടുക്കുകയാണ് കേരള. അത് കൊടുക്കുക. എന്നിട്ട് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലല്ലോ, സോ അത് എൻ്റർ ചെയ്ത് പോവുക. അവസാനം എക്സെപ്റ്റ് യെസ് ഓർ നോ ഓപ്ഷൻ വരും, അതിൽ യെസ് കൊടുക്കുക. ഇപ്പോൾ ദാ നമുക്ക് കാണാം നമ്മൾ ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ടാലി അക്കൗണ്ടിംഗ് വെറും 30 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, എരണിപ്പാലം, കാലിക്കറ്റ്, ബ്രാഞ്ച് മലാപ്പറമ്പ. താങ്ക് യു.